നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കെ നമ്മളെ പെണ്ണാണെങ്കിൽ കേക്ക് തിന്നാൻ നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ 100 ഉപദേശം കൊടുക്കുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ പറയും എനിക്കൊന്നും കേക്ക് വേണ്ട, നീ തിന്നോന്നു പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും എന്നാ പിന്നെ ഈ ഒരു കേക്ക് പകുതിയാക്കിയിട്ട് രണ്ടാക്കം തിന്നാലോ എന്ന് ചോദിക്കേ. അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനും ഭയങ്കര ഹാപ്പി ആകും. എപ്പോൾ ഉള്ളതുപോലെ തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ അവിടത്തേക്ക് സൂ വരുന്നുണ്ടാവും. സൂ ആണെങ്കിൽ ഡെയിനോട് ചോദിക്കും എന്നാടി നീ ഈ ഒരു പാതിരാത്രിക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കേ. അവളാണെങ്കിൽ പറയും എനിക്കിങ്ങനെ വിശന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേക്ക് തിന്നാൻ വന്നതാന്ന് പറയും. അതേ ടൈം ഈ ഒരു സൂ ആണെങ്കിൽ പറയും കേക്കാ, ഈ ഒരു കേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തിട്ട് ഒരൊറ്റ തിന്നലായിരിക്കും. നമ്മളെ ഗു ആണെങ്കിൽ ഹാഫ് ആയിട്ട് തിന്നാന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളെ ഗുവിന്റെ എല്ലാ പ്ലാനും പാളിപ്പോകുന്നത് പോലെ ഈ ഒരു പ്ലാനും പാളിപ്പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഇതാണെങ്കിൽ മസ്റ്റാർഡ് കേക്ക് ആയിരിക്കും. അത് നമ്മളെ സൂന്റെ വായിക്ക് പറ്റുന്നേ ഉണ്ടാവില്ല. അവനാണെങ്കിൽ അത് തിന്നു പോയല്ലോ എന്നുള്ളൊരു കഷ്ടപ്പാടില്ലായിരിക്കും. അവൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഡേ പെണ്ണാണെങ്കിൽ ചിരിക്കുക. ഡേന്റെ ചിരി കാണുന്ന ടൈം ഓൾറെഡി നമ്മളെ ഗൂനും ചിരി വരുമല്ലോ. ആ ഒരു മസ്റ്റാർഡ് കേക്ക് തിന്നത് കൊണ്ട് തന്നെ നമ്മളെ സൂന്റെ വയറ്റിനാണെങ്കിൽ എന്തോ പണി കിട്ടീനെ. അതുകൊണ്ട് ഇവര് രണ്ടാളും കൂടിയിട്ടായിരിക്കും അവനെ റൂമിലാക്കാൻ പോകുന്നുണ്ടാവുക. നമ്മളെ ഡേന്റെയും സൂന്റെയും വീട് അടുത്തടുത്തായത് കൊണ്ട് തന്നെ സൂ ആണെങ്കിൽ അവിടെ എത്തിയപാട് ഗുവിനോട് പോയിക്കോന്ന് പറയുന്നുണ്ട്. അവർക്ക് ഗു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും. കാരണം ഡേയിന്റെ കൂടെ കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതും നടന്നിട്ടില്ലല്ലോ. പക്ഷേ നമ്മളെ ഡേ ആണെങ്കിൽ പോകുന്ന ടൈം നൈറ്റ് എല്ലാം പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവോ. ഒന്നും സംസാരിക്കാനോ പറ്റിയിട്ടില്ല. ഒരു ഗുഡ് നൈറ്റ് എങ്കിലും കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തിലായിരിക്കും നമ്മളെ ഗൂച്ചക്കൻ ഉണ്ടാവുക. ഗു ആണെങ്കിൽ പോകാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഹാൻ വന്നപാട് നമ്മളെ ഡേയിനോട് നിന്നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈം ഗു ആണെങ്കിൽ പറയൂ എടാ ഒരു കാര്യം നീ പറ, ഈ പറഞ്ഞ അറേഞ്ച്മെന്റ്സ് എല്ലാം നീ എനിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും പിന്നെ നിനക്ക് വേണ്ടിയിട്ടല്ലാണ്ടെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഗു ആണെങ്കിൽ പറയും ഒരു സൂചക്കൻ ഉള്ളത് കൊണ്ട് എനിക്ക് അവളോടൊന്നും മിണ്ടാൻ വരെ പറ്റിയിട്ടില്ല, നിന്റെ അറേഞ്ച്മെന്റ് അടിപൊളിയാണെന്ന് പറയേ. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും സോറി എടാ അവൻ വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, അവൻ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അത് മാത്രമല്ല നിനക്ക് നാളെ അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാമെന്ന് കൂടി പറയുന്നുണ്ട്. അവർക്ക് ഇവന്റെ ഐഡിയ കേട്ടിട്ടാണ് നമ്മളെ ഗു ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഇനി എന്തെല്ലാം ഐഡിയ ആവാ പറഞ്ഞു കൊടുക്കുന്നത്. പിറ്റേ ദിവസം ആകുന്ന ടൈം ഇവരെല്ലാരും ഗൺ ഷൂട്ടില്ലേ അത് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് നമ്മളെ സൂ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഗൺ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഗൺ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ ഡേ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. അവർക്ക് മാത്രമല്ല ആ ഒരു ഗൺ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന ടൈം ഡേ ആണെങ്കിൽ ഇവനൊരു ഹൈഫൈയും കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ ഒരാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടൂലല്ലോ നമ്മളെ ഗൂന് ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സൂചക്കനാണെങ്കിൽ ഷൈൻ ചെയ്യാനായിട്ട് ഗൂനോട് ചോദിക്കും എന്നാ നമുക്കിങ്ങനെ മത്സരിച്ചാലോ, എൻ്റെ അടുത്ത് എത്താൻ എന്തായാലും നിന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടാളും ആയിട്ടുള്ള മത്സരമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മളെ വിചാരിക്കും നമ്മളെ ഗു ആണെങ്കിൽ ഭയങ്കര പൂറാണെന്ന്. പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കൂല, ഗു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവസാനത്തെ ഷൂട്ടിലാണെങ്കിൽ നമ്മളെ സൂന്റെ ബുള്ളറ്റ് പുറത്തായിരിക്കും പോകുന്നുണ്ടാവുക. എന്നിട്ടും അവന്റെ മുഖത്ത് നല്ല അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ചെക്കനില്ലേ ഗൂച്ചക്കനാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു പോയിന്റ് നോക്കാണ്ട് തന്നെ അവിടത്തേക്ക് ബുള്ളറ്റ് വിടുന്നുണ്ടാവും. ഇത് കാണുന്ന ടൈം എല്ലാരും ഭയങ്കര എൻകറേജ്മെന്റ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ചിട്ട് നമ്മളെ ഡേ പെണ്ണ്. ഇതേ ടൈം ആയിരിക്കും ഹാൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക നമ്മളെ ഗൂച്ചക്കനാണെങ്കിൽ ഈ ഒരു ഷൂട്ടിങ് അമേരിക്കയിൽ പോയിട്ട് പഠിച്ചതായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ സൂന് പിടിക്കുന്നേ ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഡേക്കാണെങ്കിൽ ഗു ജയിച്ചത് കൊണ്ട് ഒരു എക്സ്ട്രാ സന്തോഷം ഉണ്ടാവും. അവളെ സന്തോഷം കാണുന്ന ടൈം ഗുവിന് പിന്നെ സന്തോഷമാവും. അങ്ങനെ ആ ഒരു ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലും ഒക്കെ നമ്മളെ സൂ ആണെങ്കിൽ ഇതുപോലെ ബോക്സിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മൾ ഗു അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഗുവിനെ കണ്ടപാടി ഇവനാണെങ്കിൽ ആ ഒരു ദേഷ്യമില്ലേ അതുകൊണ്ട് നമ്മളെ സൂ ആണെങ്കിൽ പറയും എന്നാന്ന് നീ ഇങ്ങനെ റിങ്ങിൽ കയറുന്നുണ്ടോ, നമുക്ക് രണ്ടാക്കും ഒന്നും കൂടി മത്സരിക്കാമെന്ന് പറയും. ഇത് കാണുന്ന ടൈം ആന്റി ആണെങ്കിൽ ഡേനെ വിളിച്ച് കൊണ്ടുവരുന്നുണ്ടാവുമായിരിക്കും. ഇനി എന്തെല്ലാമോ സംസാരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സീച്ചക്കനാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഗു എന്ന സുമ്മാവാ ഈ ഒരു സൂ ആണെങ്കിൽ ചലഞ്ചിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ചെക്കൻ നിൽക്കൂലേ. അങ്ങനെ ഇവര് തമ്മിലുള്ള മത്സരമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക.
ഉണ്ടാവുക. ഈ ഒരു കാര്യത്തിലും ഒരു പടിയല്ല അതുക്ക് മേലെ നമ്മളെ ഗു ആയിരിക്കേ ഫസ്റ്റ് ഉണ്ടാവുക. നമ്മളെ സൂന്റെ വിചാരം ഗുവിനാണെങ്കിൽ ഇതൊന്നും അറിയില്ല എന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും അവന് ഇത്ര അഹങ്കാരം. പക്ഷെ നമ്മളെ ഗു അങ്ങനെയല്ല, ഗുവിനാണെങ്കിൽ എല്ലാത്തിലും ഭയങ്കര നോളജ് ആയിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു ബോക്സിങ്ങിലോ. ഗു ആണെങ്കിൽ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് സൂനെ ഫസ്റ്റ് വെറുതെ വിടുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ സൂ ആണെങ്കിൽ അവന്റെ തനി സ്വരൂപം കാണിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പിന്നെയും സൂനെ മലത്തി അടിക്കുന്നുണ്ടാവും. വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്, അതുകൊണ്ട് ബാക്കിൽ നിന്ന് എന്തെങ്കിലും ചെണ്ടേന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമിക്കണേ. നമ്മളെ സൂചക്കനാണെങ്കിൽ പിന്നെ നാണം കെട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുന്ന ടൈമായിരിക്കും സി ആണെങ്കിൽ വെറുതെ ചൊറിയാൻ പോകുന്നുണ്ടാവുക. വീഡിയോ എടുത്തിട്ട് അവനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. സൂ ഒരു നോട്ട് നോക്കുന്ന ടൈം സി അവിടുന്ന് പോകും. അതുപോലെ തന്നെ നമ്മളെ ഡേ വരുന്ന ടൈം ഡേനെയും കളിയാക്കുന്നുണ്ടാവും. ഡേ ആണെങ്കിൽ സീന എന്താ പറയുക ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു വിടൂലേ, അങ്ങനെ പറഞ്ഞു വിടും. എന്നിട്ട് നമ്മളെ സൂന്റെ അടുത്ത് വന്നിട്ട് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ടാവും. ഇങ്ങനെ സമാധാനപ്പെടുത്തുന്ന സംഭവം ഒരാള് ഒരു കുശുമ്പ നോക്കി നിൽക്കുന്നുണ്ടാവും നമ്മളെ ഗൂച്ചൊക്കെ. ഇതേ ടൈം ഗൂനെ ചൂട് കേട്ടിട്ട് ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനാണെങ്കിൽ വന്നിട്ട് പറയും, എടാ നോക്കട അവർ രണ്ടാളും സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ ചൂട് കയറ്റുന്നുണ്ടാവും. പക്ഷെ ഗു ആണെങ്കിൽ ഇതിലൊന്നും വേഗുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ പറയും, ഇന്ന് രാത്രി 9:09 ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്തിരിക്കും, അത് മാത്രമല്ല റോസ് എല്ലാം കൊടുത്തിട്ടായിരിക്കും ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്യാന്നും പറയുന്നുണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ ഭഗവാനെ ഇതെല്ലാം ഫ്ലോപ്പ് ആവേണ്ട നടന്നാൽ മതി എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. പ്രാവശ്യവും നമ്മളെ ചെക്കൻ്റെ പ്ലാന് ഫ്ലോപ്പ് ആകുമെന്ന എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ പെണ്ണിന് 9 മണിക്കായിരിക്കും അവളെ ലൈവ് ഷോ ഉണ്ടാവുക. അവളാണെങ്കിൽ ആ ഒരു ഹോട്ടലിനുള്ളിൽ തന്നെ അവളെ ലൈവ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും ലൈവിൽ വന്നിട്ട് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറിയല്ലോ, അതിൻ്റെ റീസൺ എന്നാ അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണ് എന്തെല്ലോ പറഞ്ഞിട്ട് തപ്പിക്കുന്നുണ്ടാവും. ഈ ടൈം നമ്മളെ ഗൂച്ചേക്കനെ നോക്കുന്നുണ്ടെങ്കിൽ പാവം അതാണെങ്കിൽ നല്ല ഡ്രസ്സെല്ലാം ഇട്ട് വന്ന് റോസാപ്പൂ എല്ലാം വാങ്ങി ഇതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പേ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ഇവിടെ പ്രപ്പോസ് ചെയ്യേ ഇതുപോലത്തെ സെറ്റപ്പ് ആക്കണമെന്ന് അത്രക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ആക്കി വെച്ചതായിരിക്കും. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവില്ല. അവള് ലൈവിലായത് കൊണ്ട് തന്നെ ഇവന്റെ കോൾ ആണെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ വിളിച്ചോട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ഇങ്ങനെ കട്ടാക്കിക്കോട് നിൽക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ഇത് കാണുന്ന ടൈം ഭയങ്കര സങ്കടവും. കാരണം അവൻ അത്രക്ക് എക്സൈറ്റ്മെന്റിലായിരിക്കുമല്ലോ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അതേ ടൈം അവൾ വന്നിട്ടില്ല എന്ന് അറിയുന്ന ടൈം ആ ഒരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മളെ ഗൂന് അവള് വരൂല എന്ന് ഉറപ്പാകുന്ന അതേ ടൈം അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും. ഡേന്റെ മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ ലൈവിൽ പോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മളെ ഗു അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ആന്റി അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഡേ രക്ഷപ്പെടുന്നുണ്ടാവും. ആന്റി ആണെങ്കിൽ പുറത്ത് വന്നിട്ടാണെങ്കിൽ പറയും, അവളാണെങ്കിൽ അവളെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്, നിനക്ക് അവളോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല എന്ന് പറയും. ഗു ആണെങ്കിൽ മാക്സിമം അകത്തേക്ക് കയറാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ആന്റി ആണെങ്കിൽ വിടുന്നേ ഉണ്ടാവില്ല. ആന്റി ആണെങ്കിൽ ഇതുപോലെ നമ്മളെ ചെക്കനെ പുറത്താക്കുന്നത് നമ്മളെ ചെക്കനില്ലേ നമ്മളെ ഗോസിപ്പ് ചെക്കനില്ലേ അവൻ കാണുന്നുണ്ടാവുമായിരിക്കും. ഗോസിപ്പ് ചെക്കൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥാന്തരങ്ങൾ ഞാൻ പറയണ്ടല്ലോ, അത് വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ സൂക്ഷ്മമായിട്ട് ഇവർ തമ്മിൽ എന്നാ ബന്ധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. ആന്റി ആണെങ്കിൽ ഗൂനോട് എന്തല്ലോ കളത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗൂനെ പുറത്താക്കും. ശേഷം നമ്മളെ ഡേ ആണെങ്കിൽ അവളെ ലൈവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അവളാണെങ്കിൽ നമ്മളെ ഗൂനെ ബ്ലോക്ക് ആക്കിയതിന് ശേഷമായിരിക്കും അവളെ ലൈവ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അവളാണെങ്കിൽ ഇവനെ അൺബ്ലോക്ക് ആക്കാനും മറന്നു പോയിട്ടുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ കുറേ നേരം ഡേ പുറത്ത് വരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും. പക്ഷെ അവളാണെങ്കിൽ വരുന്നുണ്ടാവില്ല. അവസാനം അവനും അടുത്തിട്ട് അവൻ അവിടുന്ന് വരുന്നുണ്ടാവും. ആണെങ്കിൽ ഇന്നലെ നടന്ന വാർത്ത ചൂടോടെ പിള്ളേരെ കൈമിൽ ഏൽപ്പിക്കുന്നുണ്ട്. അവർക്ക് സി ആണെങ്കിൽ പറയും, ഇതുപോലത്തെ ഓൾഡ് പെമ്പിള്ളറെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊന്നും ലൈന് സെറ്റ് ആവില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആന്റീനെ കൊടുങ്കുറ്റം പറയുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും ഗു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഗൂവിൻ്റെ അടുത്ത് ഹാനിന് ഇന്നലെ നടന്ന സംഭവം അറിയാത്തത് കൊണ്ട് അവൻ നൈസായിട്ട് ചേട്ടാ ഇന്നലെ എന്നാ നടന്നത് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഗു എന്നാ പറയേണ്ടത്, നിന്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഇങ്ങനെ ഇറക്കി വിട്ടുന്ന ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ഗു ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈം ഇവരാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്നലെ നടന്ന സംഭവം പറയുന്നുണ്ട് അവർക്ക്. അതായത് ഈ ഒരു ഓൾഡ് ലേഡി ഉള്ളത് കൊണ്ട് നിനക്ക് നിന്റെ ലവ് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ, അതിങ്ങനെ ഡയറക്റ്റ് പറയേണ്ടി ഇൻഡയറക്റ്റ് പറയുന്നുണ്ട് അവർക്കും. ഹാൻ ആണെങ്കിൽ ഇന്നലെ നടന്ന സംഭവം ഒന്നും അറിയാത്തത് കൊണ്ട് അവനാണെങ്കിൽ ഗുനോട് എടാ എന്നാ പറ എന്റെ ഗേൾ ഫ്രണ്ട് എന്തെങ്കിലും ചെയ്തിനോ അങ്ങനെ ഇങ്ങനെ 100 ചോദ്യം ചോദിക്കുന്നുണ്ട് അവർക്ക്. ഗു ആണെങ്കിൽ എന്തെങ്കിലും പറയാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ആന്റിയും ഡേയും ആണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടാവുക. അവരെ കണ്ടപാട് പിള്ളേരെല്ലാവരും കൂടിയിട്ട് നമ്മളെ ഗൂനിയും ഹാനിയും ആണെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അവർക്കും. കാരണം ഇന്നലെയോ പ്രപ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നെങ്കിലും അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്
വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞു വിടുന്നുണ്ടാവുക. ഇരുന്നപാട് ആൻറ്റി ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഹാൻ ആണെങ്കിൽ പറയും എനിക്കൊന്നും പറയാനില്ല, ഇവൻ എന്തോ പറയാനുണ്ടെന്ന് പറയുന്ന ടൈം ഗു ആണെങ്കിൽ ഡേനോട് ചോദിക്കും ഇന്നലെ നീ എന്താ എൻ്റെ കോൾ എടുക്കാണ്ട് നിന്നതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഡേ ആണെങ്കിൽ അതെൻ്റെ പാരൻസ് വിളിച്ചതായിരുന്നു അതുകൊണ്ടാണെന്ന് പറയേ. അപ്പം തന്നെ നമ്മളെ ആൻറ്റിയുടെ മുഖം മാറുന്നുണ്ടാവുമായിരിക്കും. ഇന്നലെ ആണെങ്കിൽ ഫ്രണ്ട് വിളിച്ചതെന്നാണല്ലോ ആൻറ്റി ആണെങ്കിൽ ഗുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ പറയും ഓ നീ ഇങ്ങനെ നിന്റെ അച്ഛനും അമ്മേനെ വിളിച്ചതാ, ഞാൻ വിചാരിച്ചു ഞാൻ നിന്റെ ഫ്രണ്ടിനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ ലുക്ക് ഇടുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ഡേക്കാണെങ്കിൽ കള്ളങ്ങളെല്ലാം പൊട്ടി എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലെത്തുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആ ഒരു കട്ടുറുമ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. നമുക്ക് ഇനി മുതൽ ഇവനെ കട്ടുറുമ്പ് എന്ന് വിളിക്കാട്ടെ. ഇവരെ കൂട്ടത്തിലത്തെ ഏറ്റവും വലിയ കട്ടുറുമ്പ് ഇവനാണ്. അവനാണെങ്കിൽ വന്നിട്ട് ഇന്നലെ നമ്മളെ ഗു ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു ബൊക്ക വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. അത് അവിടെ ഉണ്ടാവുമായിരിക്കും. അത് എടുത്തിട്ട് ഈ ഒരു ബൊക്ക ആർക്ക് കൊടുക്കാൻ വെച്ചതായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഡേ ആണെങ്കിൽ പറയുന്നുണ്ടാവുക എടാ ഈ ഒരു റോസ് ഇങ്ങനെ മാറ്റി എനിക്കിങ്ങനെ ഈ ഒരു റോസ് ഭയങ്കര അലർജിയാന്ന് തന്നെ. അതേ ടൈം ഗൂന് ദേഷ്യം പിടിച്ചിട്ട് അവനാണെങ്കിൽ ആ ഒരു റോസ് എടുത്ത് ചാടുന്നുണ്ടാവുമായിരിക്കും. അവനായ ഒരു റോസ് എറിയുന്ന കണ്ടിട്ട് നമ്മളെ പെണ്ണിന് ടെൻഷൻ ആവുക. അവളാണെങ്കിൽ പറയും സോറി ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ എടുക്കാണ്ട് നിന്നതല്ല, എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയും ഇങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പേടി കാണുന്ന ടൈം നമ്മളെ കട്ടുറുമ്പാണെങ്കിൽ പറയും അവൻ എന്തിനാ നിന്നെ ഇങ്ങനെ രാത്രി വിളിക്കുന്നത്, ഒരു ബോസ് അവരെ എംപ്ലോയിനെ രാത്രി വിളിക്കണമെങ്കിൽ അത് ഭയങ്കര ഹറാസ്മെന്റ് ആണെന്ന് പറയുക. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ ചോദിക്കും എന്ത് നീ ഇതെന്നാ പറയുന്നത്, ആ ഒരു ബോസ് ആണെങ്കിൽ എന്തെങ്കിലും അർജന്റ് ഉള്ളത് കൊണ്ട് വിളിച്ചതായിരിക്കും, അല്ലെങ്കിൽ സംടൈംസ് അവനാണെങ്കിൽ അവളോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവും അതിങ്ങനെ പറയാൻ വിളിച്ചതായിരിക്കും എന്ന് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് പറയുന്നുണ്ട് അവർക്ക്. അതിന്റെ മേലെ പിടിച്ചിട്ട് നമ്മളെ ഗു ആണെങ്കിൽ പറയും നിന്റെ ആൻറ്റി പറഞ്ഞത് ശരിയാണ്, എനിക്ക് എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ നിന്നെ രാത്രി വിളിച്ചതെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ശരിക്കും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇവളെ വിചാരം ആ ഒരു 36 മാർക്ക് ഇട്ടത് ഇവളോട് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ടല്ലേ. നമ്മളെ പെണ്ണ് ഫുൾ കൺഫ്യൂഷനും ഷോക്കും എക്സൈറ്റ്മെന്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഓ പറഞ്ഞിട്ട് വിശ്വസിക്കൂലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഹാനും പറയുന്നുണ്ട് അവർക്ക് അവന് നിന്നെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ്, നീ ഒരു ഇഷ്ടം ഇങ്ങനെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പോൾ കൺഫ്യൂഷനിലായിരിക്കും. അതേ ടൈം ഗു ആണെങ്കിൽ പിന്നെയും ചോദിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ ഏതെങ്കിലും ആൻസർ പറയാന്ന്. നമ്മളെ കട്ടുറുമ്പിന് ഇതെല്ലാം കേൾക്കുമ്പോൾ പിടിക്കുന്നുണ്ട്, അവന് പിടിക്കുന്നേ ഉണ്ടാവില്ല. ഉറുമ്പാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞോട് നിൽക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അവരെ പിടിച്ചു വെക്കുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം ഗു ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിച്ചോട് നിൽക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ, അതിന് മാത്രം എനിക്ക് ആൻസർ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് എന്നാ പറയേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. ഇതേ ടൈം കട്ടുറുമ്പാണെങ്കിൽ പറയും നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ആ ഒരു പേപ്പറിലാണെങ്കിൽ ഇവക്ക് ആകെ 36 പോയിന്റ് കൊടുത്തതെന്ന് ചോദിക്കുക. അതേ ടൈം ആൻറ്റി ആണെങ്കിൽ എന്ത് ലവ് മെട്രിക്സ് ആണ്, അതിനെ കൊണ്ട് ഇവളെൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന ടൈം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കും. അതായത് ഇവളെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് IQ ലെവല് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും ആ ഒരു പേപ്പറിൽ ഉണ്ടാവുക. ഇതെല്ലാം പറയുന്ന ടൈം ആൻറ്റി ആണെങ്കിൽ ചോദിക്കും നീ ആണെങ്കിൽ അവളെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ലേ അതിന് എത്ര മാർക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്ന ടൈം ഗു ആണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര എന്താ പറയുക ആഴ്ന്നിട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇങ്ങനെ മിസ് കേരള എന്ന് പറയുന്നത് മിസ് വേൾഡ് അങ്ങനത്തെ ഒക്കെ ആയിട്ടില്ലേ അവരെല്ലാം വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മളെ പെണ്ണിന് മാർക്ക് ഇട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആയിരിക്കും അവളെ IQ ലെവലും എന്താ പറയുക അവൾക്ക് ഇങ്ങനെ മാത്സിൽ മാർക്ക് കുറവല്ലേ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ മാർക്ക് ഇട്ടിട്ടുണ്ടാവുക. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ വളർന്നൊരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവൻ അങ്ങനത്തെ ഒരു ലെവലിൽ മാത്രമേ തിങ്ക് ആക്കുള്ളേ. പക്ഷെങ്കിൽ ഇവൻ പറയുന്ന ഇതിൽ നമ്മളെ പെണ്ണിന് എന്താ പറയുക ഭയങ്കര തരം താഴ്ത്തിയിട്ട് പറയില്ല, അതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കുമല്ല, അവനത് അറിഞ്ഞിട്ടും പറയുന്നുണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മളെ ചെക്കൻ പറയുന്നത് മൊത്തം എന്താ പറയുക നമ്മളെ പെണ്ണിന് ഭയങ്കര മോശമായിട്ട് അവൾ ഭയങ്കര ലോ ലെവല അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. അവൻ പറയുന്ന കാര്യം അവന് മനസ്സിലാവുന്നുണ്ടാവില്ല, കാരണം ഇതിനു മുന്നേ അവൻ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ പാരൻസിന്റെ മുന്നിൽ നിന്നും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വാട്ട് എവർ ഇറ്റ് ഈസ് ആരും ആയിക്കോട്ടെ നമ്മളെ ഇത്ര തരം താഴ്ത്തി സംസാരിക്കുന്ന ടൈം ആർക്കായാലും ഇഷ്ടപ്പെടൂലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ ആൻറ്റിക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്
പറയുന്നുണ്ടാവുമായിരിക്കും. ആൻറ്റി ആണെങ്കിൽ പറയും നീ ആണെങ്കിൽ ഇവളെ ഒരുപാട് പേരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ ഒരു മാർക്ക് കിട്ടത്, അല്ലാണ്ട് നിന്റെയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല. നിനക്ക് അവളെ ഇഷ്ടമാണോ അല്ലേന്ന് കൂടി എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട്. ഇവളാണെങ്കിൽ നമ്മളെ തലമുറയിലത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെ ജീവിതം നിന്നെ പോലെയുള്ള ഒരാളെടുത്ത് ജീവിച്ചിട്ട് തീർക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ ഡെയിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു പോയപാട് ഗു ആണെങ്കിൽ ഹാനിനോട് പറയും അവൾ ഇന്നും എൻ്റെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും അവളെ ഇനിയും നിന്റെ ചോദ്യത്തിന് ആൻസർ പറയണോ, നീ ആണെങ്കിൽ അവളെ ഏറ്റവും ബാഡ് ആയിട്ടാണ് ഇപ്പൊ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളത്, ഇനി അവൾ എങ്ങനെ നിന്റെ ചോദ്യത്തിന് ആൻസർ പറയുമെന്ന് ചോദിക്കുക. അതേ ടൈം ഗു ആണെങ്കിൽ പറയും എനിക്ക് അവളെ ഇഷ്ടമാണ്, അവക്ക് എന്നെ ഇഷ്ടമാണ്, പിന്നെ എന്നാ നമ്മളിങ്ങനെ കപ്പിളായുള്ള കുഴപ്പമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നിനക്ക് ഇങ്ങനെ റോമിയോനും ജൂലിയറ്റിനും അറിയാം, അവരെ കൊണ്ട് അറിയില്ലെങ്കിൽ ഒരിക്കൽ അവരെ കൊണ്ട് അറിഞ്ഞിട്ട് വാന്നെന്ന് പറഞ്ഞിട്ട് ഹാനും അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവും. ആരായാലും ദേഷ്യം പിടിക്കും. പക്ഷെ നമ്മളെ ഗുനെ പറഞ്ഞിട്ടുണ്ട് അവനിപ്പം ചെയ്ത തെറ്റെന്നാണെന്ന് വരെ അവനിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവരും കൂടിയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതായിരിക്കെ അതേ ടൈം ഗോനാണെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആൻസർ കിട്ടിയിട്ടില്ലല്ലോ. ആ ഒരു കാര്യം നമ്മളെ ഹാനിനോട് പറയുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഇപ്പം ഞാൻ നിന്നെ ആ ഒരു ഡേയുമായിട്ട് സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ടില്ലേ അവൾ എന്നെ വിട്ടിട്ട് പോകും, അതിനേക്കാട്ടി ബെറ്റർ നീ നിന്റെ കാര്യം നോക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഹാനും ഇങ്ങനെ കൈമലർത്തിയിട്ട് പോകുന്നുണ്ടാവും. പിന്നെ നമ്മളെ ഗു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും വീട്ടിലെത്തുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ ചെട്ടി റോബോട്ടിലെ അവനാണെങ്കിൽ ഇവന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും എൻ്റെ മെമ്മറി ഫുൾ ആയിട്ടാണുള്ളത്, ഒരിക്കൽ ക്ലിയർ ചെയ്യോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുവേ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കിനാണെങ്കിൽ പണ്ട് ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ടില്ലേ, അതേ ടൈം നമ്മളെ ഡേ ആണല്ലോ ഇവനിങ്ങനെ വീട്ടിലാക്കിയത്. ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവനാണെങ്കിൽ അന്നത്തെ ദിവസത്തിലത്തെ ആ ഒരു വീഡിയോയിലെ അതെടുത്ത് നോക്കുന്ന ടൈം ഇവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ തിരിച്ച് അവക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം ഇവനോട് പറഞ്ഞിട്ടില്ലേ. ആ ഒരു വീഡിയോ ഉണ്ടാവുമായിരിക്കും. അത് കണ്ടിട്ട് നമ്മളെ ചെക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇത്ര നേരം അവനാണെങ്കിൽ അവളെ മറുപടി തന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും അല്ലേ. പക്ഷെങ്കിൽ ഓൾറെഡി അവന് മറുപടി കിട്ടിയ കാര്യം അവൻ ഇപ്പം ആയിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക. ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ. ഈ ടീം ഹാൻ്റെ ഫോണിലാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് അവർക്ക് നമ്മളെ ഫേ അയച്ചതായിരിക്കും. അവനാണെങ്കിൽ പറയും എടാ ഗോ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചതിന് അവൻ നാളെ നമ്മളെ കമ്പനിയിൽ വരുന്നില്ല പോലും, എനിക്കാണെങ്കിൽ തോന്നുന്നത് അവൻ്റെ പ്രണയം ഇങ്ങനെ സക്സസ് ആവാത്തത് കൊണ്ട് അവൻ ചില സമയം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക്. നമ്മളെ ഹാനും ഓ മൈ ഗോഡ് നമ്മളെ ചെക്കനാണെങ്കിൽ ഇനി ആത്മഹത്യയായിട്ടും ചെയ്യുമോ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വന്ന് നോക്കുന്ന ടൈം ഗു ആണെങ്കിൽ ആ ഒരു ടാബ് നോക്കിയിട്ട് ചിരി. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഗൂനെ കാണുന്ന ടൈം ഹാന ഉറപ്പായിട്ട് നമ്മളെ ഗുന് എന്തോ ഒന്ന് പറ്റിയെന്നല്ലേ വിചാരിക്കും. ഹാന് ചോദിക്കുന്നതിനെല്ലാം നമ്മളെ ഗു ആണെങ്കിൽ മാത്രം ചിരിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അവർക്ക്. നമ്മളെ ഹാനാണെങ്കിൽ നമ്മളെ ഗു പോച്ചേ അവന്റെ മൈൻഡ് പോച്ചേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഗുനെ നോക്കുന്നുണ്ടോ. ഗു ആണെങ്കിൽ രാത്രി എന്തെല്ലോ തകൃതിയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക്. അതും നമ്മളെ ചിട്ടിക്കൊട്ടനോട് പാട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് സിൻഡ്രല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സ്പോൺസർഷിപ്പ് ചെയ്യേണ്ട കാര്യം നമ്മളെ ചെക്കൻ തിങ്ക് ആക്കുന്നുണ്ടാവുമായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ. അങ്ങനെ രാത്രി ഇവന്റെ പാട്ട് കൊണ്ട് നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു തുള്ളി ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം അതിനെ കൊണ്ട് നമ്മളെ ഗുനോട് ചോദിക്കുന്ന ടൈം നമ്മളെ ഗു ആണെങ്കിൽ പറയും പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഹാപ്പി തരുന്ന ഒന്നാണ്, അതിന് നിനക്ക് എങ്ങനെയാണ് വെറുക്കാൻ പറ്റുന്നത്, നിനക്കും കൂടി കുറച്ച് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് വെച്ച് നോക്കാൻ പറഞ്ഞിട്ട് എന്തല്ലോ പറയുന്നുണ്ട് അവർക്ക്. ഒരു അന്തം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. നമ്മളെ ഹാൻ ആണെങ്കിൽ ഓ മൈ ഗോഡ് ഒരു പ്രണയം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അവസ്ഥാന്തരത്തിലേക്ക് എത്തും എന്നുള്ളൊരു അവസ്ഥയില് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളെ ഹാനെ തിങ്കാക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം നമ്മളെ ഗു ആണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ആ ഒരു സിൻഡ്രല്ലയിലെ അതിന്റെ കാര്യമാണെങ്കിൽ നമ്മളെ മാനേജർ പെണ്ണിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ സ്പോൺസർ ചെയ്യേണ്ട കാര്യങ്ങളും അതിന് നമ്മൾ എത്ര പൈസ സ്പോൺസർ ചെയ്യേണ്ടത് അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവൻ അവിടുന്ന് പോകും. അതേ ടൈം ആയിരിക്കും ആ ഒരു സിൻഡ്രല്ല ആണെങ്കിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് നമ്മളെ പാനില്ലേ ആ ഒരു പെണ്ണാന്നുള്ള കാര്യം മാനേജറിന് മനസ്സിലാവുന്നുണ്ടാവുക. അത് നമ്മളെ ഗുനോട് പറയുന്നതിനും കാട്ടി മുന്നേ ഗു ആണെങ്കിൽ അവിടുന്ന് പോയിട്ടുണ്ടാവും. നമ്മളെ മാനേജർ പെണ്ണാണെങ്കിൽ ഈ ഒരു കാര്യം വന്നിട്ട് നമ്മളെ ടീമിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. ടീം എല്ലാവരും കൂടിയിട്ട് ഇതിനെ കൊണ്ട് തകർത്ത് തിങ്കാക്കുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ അടുക്ക് നമ്മളെ സി ആണെങ്കിൽ നമ്മളെ ചെക്കന് എന്തൊരു വലിയൊരു അസുഖാന്ന് വരെ പറയുന്നുണ്ടാവുമായിരിക്കും. ഹാൻ ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു പാട്ടിൻ്റെ കാര്യം നമ്മളെ ഗുവിൻ്റെ ഇപ്പോഴത്തെ മാറ്റങ്ങളും എല്ലാം പറയുന്ന ടൈം നമുക്കൊരു ഡൗട്ട് വരും നമ്മളെ ചെക്കൻ
പെണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന്. പക്ഷെ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മളത് ക്ഷമിച്ചു. പക്ഷെ പിള്ളേർക്ക് അറിയാത്തത് കൊണ്ട് പിള്ളേരാണെങ്കിൽ കുറേ അസംഷൻസ് പറയുന്നുണ്ടാവും. ടീം നമ്മളെ ഗൂച്ചക്കിനെ നോക്കുന്നതാണെങ്കിൽ അവൻ ഈ ഒരു സിൻഡ്രല്ല എന്നുള്ള പരിപാടി നടത്തുന്ന സ്ഥലത്ത് എത്തുന്നുണ്ടാവുമായിരിക്കും. അവൻ്റെ വിചാരം ഈ ഒരു പരിപാടി നമ്മളെ പെണ്ണിൻ്റെ ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും അവൻ ഈ ഒരു സ്പോൺസർഷിപ്പേ കൊടുക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ ഈ ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ ഡേ ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തിൽ മിണ്ടുന്നത് പോലെയൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ആയിരിക്കും ഇവൻ്റെയും ട്രിക്ക്. കാരണം ഇങ്ങനത്തെ ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് ഒന്നും കൂടി അവളോട് മിണ്ടാനും അവളോട് ഇഷ്ടം പറയാനും അതിനവൾ എസ് പറയാനും അങ്ങനത്തെ ഓരോ കുരുട്ട് തിങ്കായിരിക്കും നമ്മളെ ചെക്കൻ്റെ തലയിൽ ഓടുന്നുണ്ടാവും. ശരിക്കുള്ള ഈ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് നോക്കുന്നതാണെങ്കിൽ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് ഒരു ബണ്ണി വരുന്നുണ്ടായിരിക്കും. ആരായിരിക്കും അത്? നമ്മളെ പെണ്ണായിരിക്കും. അതേ ടൈം ആയിരിക്കും ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ഗോസിപ്പ് എടുത്തിട്ട് വരുന്നുണ്ടാവുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിൻഡ്രല്ല പ്രോഗ്രാമിനാണെങ്കിൽ ഒരു വലിയ എമൗണ്ട് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ പാനിന് വേണ്ടിയിട്ടാണെന്ന് പറയേ. ഇതിൻ്റെ സ്പോൺസർ നമ്മളെ ഗുവാന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാം. ഗുവിൻ്റെ വിചാരം അവനാണെങ്കിൽ ഡേക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നാ. പക്ഷെങ്കിൽ അത് പാനിന് വന്ന് ചേരുമെന്ന് നമ്മളെ ഗുവും വിചാരിക്കുന്നുണ്ടാവില്ല. നമ്മളെ ഡേ ആണെങ്കിൽ ഈ ഒരു പാനിൻ്റെ സ്പോൺസർഷിപ്പ് ഒക്കെ കേൾക്കുന്ന ടൈം ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അവൾക്കും അറിയില്ലല്ലോ ഈ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് നമ്മളെ ഗുവാണെന്ന്. അവൾ ഈ ഒരു സ്പോൺസർ ഗുവാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതൊക്കെ വരുന്ന എപ്പിസോഡിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.